കെ മുബഷീറാണ്. കെ മുബഷീർ ഈ SOG ക്യാമ്പിൽ നേരത്തെ ഹവീൽദാറായിട്ട് പണിയെടുത്തിരുന്നു. 2 വർഷം മുമ്പ് കെ മുബഷീർ ഈ SOG ക്യാമ്പിൽ നിന്ന് മുങ്ങി. അപ്പോൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് അവിടുത്തെ പീഡനങ്ങളാണ് കാരണമെന്ന് മനസ്സിലായത്. കെ ബഷീർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് വിദേശത്ത് നിന്നാണ്, കാനഡയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കെ മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. താങ്കൾ ഇപ്പോൾ കാനഡയിലാണോ ഉള്ളത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാനഡയിൽ നിന്നാണോ? ഞാനിപ്പോൾ കാനഡയിലാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ സമയം നോക്കിയാൽ രാത്രി ആയിരിക്കും അല്ലേ കാനഡയിൽ? രാത്രി 9:45. ശരി. കെ മുബഷീർ, താങ്കൾ എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു? 7 വർഷം കേരള പോലീസിൽ ഹവീൽദാറായിട്ട് ഈ SOG കമാൻഡന്റ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. 7 വർഷത്തെ പോലീസ് കരിയറും 4 വർഷം SOG ക്യാമ്പിലും ഉണ്ടായിരുന്നു. മൊത്തം 11 വർഷം സർവീസ്. റിപ്പീറ്റ് ചെയ്യാമോ? കേട്ടിട്ടില്ല. മൊത്തം 11 വർഷത്തെ സർവീസാണ് പോലീസിൽ ഉണ്ടായിരുന്നത് അല്ലേ? അതെ. ഓക്കെ, താങ്കളുടെ വൈഫ് എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ സർവീസ് തുടങ്ങുന്നത് മലപ്പുറം MSPയിലാണ്. 4 വർഷം അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ SOGയില് വില്ലിങ് കൊടുത്ത് പോയി. അവിടുന്ന് ട്രെയിനിങ് ഒക്കെ പാസ്സായി 4 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് 4ാമത്തെ വർഷം ഞാൻ അവിടുന്ന് കാലാവധി പുതുക്കാൻ വേണ്ടി ടെസ്റ്റ് പാസ്സായി. ആ ടെസ്റ്റ് പാസ്സായിട്ടും ഞാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും കാലാവധി പുതുക്കി കൊടുക്കുകയും എന്നെ മാത്രം എൻ്റെ മദർ ബറ്റാലിയനിലേക്ക് മടക്കാനുണ്ടായ സാഹചര്യത്തിലാണ് ഞാനൊരു ആത്മഹത്യ ചെയ്യാമെന്ന ഒരു ദുർബല നിമിഷത്തിലെ തോന്നൽ കാരണം ക്യാമ്പ് വിട്ടു പോകുന്നത്. താങ്കൾ 2 വർഷം മുമ്പാണോ ക്യാമ്പ് വിടുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മുബഷീറിന്? കേൾക്കുന്നുണ്ട്. 2 വർഷം മുമ്പാണ് ക്യാമ്പ് വിടുന്നത്. 2022 ഏപ്രിൽ 8-ാം തീയതിയാണ് ഞാൻ ക്യാമ്പ് വിടുന്നത്. താങ്കൾ ആരോടും പറയാതെ അവിടെ നിന്ന് മുങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ശരിയാണോ? അല്ല, എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർത്തത് കാരണം ഞാൻ ഒരു ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടതാണ്. അത് ശരി. എന്തായിരുന്നു താങ്കൾ നേരിട്ട ആ ഒരു അനുഭവം അവിടെ? അവിടെ ഈ മേൽപ്പറഞ്ഞ AC അജിത്തിന്റെ പീഡനമായിരുന്നു കാരണം. അവിടെ നടപ്പാക്കുന്ന പല കാര്യങ്ങളിലും ഞാൻ ചോദ്യം ചെയ്തത് കാരണം എന്നോട് മാത്രമായി പകപോക്കി എന്നെ മാത്രം ആ ക്യാമ്പിൽ നിന്ന് മദർ ബറ്റാലിയനിലേക്ക് മടക്കി അയക്കാൻ ഓർഡർ ഇടുകയായിരുന്നു. അപ്പോൾ ഈ മദർ ബറ്റാലിയനിലേക്ക് തിരിച്ചു പോകാൻ താങ്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, താങ്കളെ വ്യക്തിവിരോധം തീർക്കുകയായിരുന്നു ഈ അജിത്ത് എന്നതാണ് താങ്കളുടെ ഒരു പ്രശ്നം അല്ലേ? അതെ, എനിക്ക് മാത്രം അവിടെ അവധി ദിവസത്തിൽ ടെസ്റ്റ് വരെ വെച്ചിരുന്നു അദ്ദേഹം. അങ്ങനെ വ്യക്തിവിരോധം തീർക്കുന്ന ഒരാളാണോ ഈ അജിത്ത്, അസിസ്റ്റന്റ് കമാൻഡന്റ്? ചോദ്യം റിപ്പീറ്റ് ചെയ്യാമോ? ഈ വ്യക്തിവിരോധം തീർക്കുന്ന ഒരാളാണോ ഈ അജിത്ത്, അസിസ്റ്റന്റ് കമാൻഡന്റ്? അതെ, പലവട്ടം അത് കണ്ടതാണ്. എനിക്ക് ശേഷം അവിടെ ഒരു വനിതാ പോലീസുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ആ ആത്മഹത്യാ ശ്രമത്തിനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഈ പോലീസുകാരിയെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചപ്പോൾ ഈ പോലീസുകാരി DGPക്ക് കംപ്ലൈന്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ കംപ്ലൈന്റിന് ശേഷം അതിന്റെ റിട്ടാലിയേഷനായി ഈ പോലീസുകാരിയുടെ ഭർത്താവ് കുട്ടിയും നിൽക്കുന്ന ഒരു ഫോട്ടോ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചെന്ന് പറഞ്ഞിട്ട് ആ ക്യാമ്പിൽ നിന്ന് മടക്കാൻ ഓർഡർ ഇടുകയായിരുന്നു. ഈ SOG ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പരിശീലനത്തിൽ വളരെ ടഫായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവുമെന്ന് താങ്കൾക്ക് അറിയില്ലായിരുന്നു ശ്രീ മുബഷീർ? പരിശീലനത്തില് ടഫിനേക്കാൾ മാനസികമായ പീഡനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ അന്ന് താങ്കൾ ഈ അജിത്തിന്റെ പീഡനം സഹിക്കവയ്യാതെ പോകാനൊരു ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് താങ്കളെ മദർ ബറ്റാലിയനിലേക്ക് ടെസ്റ്റ് പാസ്സായിട്ടും ബറ്റാലിയനിലേക്ക് തിരിച്ചയക്കാനുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ താങ്കളുടെ ഭാര്യ വിദേശത്തായിരുന്നു ആ സമയത്ത്? എന്റെ ഭാര്യ വിദേശത്തു നിന്ന് വന്നതായിരുന്നു. ആ സമയത്ത് ഞാൻ ലീവിന് അപേക്ഷയും കൊടുത്തിരുന്നു. ആ ലീവ് നിഷേധിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ 2 കാരണങ്ങളാണ് എന്നെ ആ തീരുമാനത്തിലേക്ക് നയിച്ചത്. ക്യാമ്പ് വിട്ടിട്ട് നേരെ എങ്ങോട്ടാ പോയത് മുബഷീർ? ഞാൻ റെയിൽവേ ട്രാക്കിലേക്കാണ് പോയത്. അവിടുന്ന് ആത്മഹത്യ ചെയ്യാൻ മനസ്സ് വരാത്തത് കൊണ്ട് അവിടുന്ന് ട്രെയിൻ കയറി തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടായി. പിന്നെ എനിക്കൊന്ന് കുറച്ച് ദിവസം നാട്ടിൽ കണ്ടില്ല, പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം താങ്കളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത് അല്ലേ? അതിനുശേഷം
ഈ പോലീസുകാരിയുടെ ആത്മഹത്യ ശ്രമത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എന്നോട് എന്റെ മൊഴി പോലും എടുക്കാതെ എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇപ്പൊ താങ്കൾ അതിനുശേഷം ഭാര്യയ്ക്കൊപ്പം കാനഡയിലേക്ക് പോയി അല്ലേ? കാനഡയിലേക്ക് വന്നതിന് ശേഷമാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുണ്ടായ കാരണങ്ങൾ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ വിനീതിന്റെ കാര്യത്തിലും ഈ അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് താങ്കൾ കരുതുന്നു അല്ലേ പി.കെ. മുബഷീർ? അത് ഞാൻ കരുതുന്നു. അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അന്ന് പോലീസുകാരി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ DC-യുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഈ AC അജിത്തിന് വളരെ അനുകൂലമായിട്ടാണ് എഴുതിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നത്. അതായത് സുജിത് ദാസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അല്ല, അവിടെ ഈ അജിത്തിന് വലിയ സ്വാധീനം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ചില വിവാദ കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് ഈ അജിത്തിന് ബന്ധമുണ്ടോ ഈ പോലീസ് സേനയിലെ? അതെ, മുൻ മലപ്പുറം SP ആയിട്ട് നല്ല ബന്ധമുണ്ട് ഈ സുജിത് ദാസ്. അതെ. എന്റെ വിഷയത്തിൽ ഈ SP സുജിത് ദാസ് ആണ് അജിത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയത്. ഓക്കെ, അപ്പൊ ആ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് അയാൾ തുടർച്ചയായിട്ട് കമാൻഡന്റായിട്ട് തുടരുകയാണല്ലേ കുറെ വർഷങ്ങൾ? അത് അസാധാരണമല്ലേ ഒരു ക്യാമ്പിൽ ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് കുറെ വർഷങ്ങളായി തുടരുക എന്നുള്ളത്? അതെ, 3 വർഷത്തിലൊരിക്കലും സ്ഥലം മാറ്റമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള റൂളുകളാണ്. ഇയാളിപ്പോ എത്ര കാലമായി ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്ത്? ഏകദേശം 3 വർഷം. ക്യാമ്പിൽ തന്നെ ഏകദേശം 5 വർഷത്തിന്റെ മേലെയായി. അസിസ്റ്റന്റ് കമാൻഡന്റായിട്ട് 3 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് ഈ അജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് മുബഷീർ? ഒന്ന് എണ്ണി പറഞ്ഞാൽ. ലീവ് അനുവദിക്കില്ല, പ്രത്യേകിച്ച് ഭാര്യ വിദേശത്തു നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ പീഡിപ്പിക്കും. പിന്നെ ഷെയിംലെസ് ആയ ഡ്യൂട്ടികൾ തരും. മറ്റുള്ളവരെ മുന്നിൽ നാണം കെടുത്താൻ പറ്റുന്ന ഡ്യൂട്ടികൾ. വിറകെടുക്കാൻ വിടും, ശുചിമുറി വൃത്തിയാക്കാൻ വിടും. പിന്നെ ഹവിൽദാർ ആണെങ്കിൽ അവിടെ പോസ്റ്റ് ഉണ്ട്. പോസ്റ്റ് ഗാർഡ് ഹവിൽദാറെ കൊണ്ട് സാധാരണ ചെയ്യിക്കാറില്ല. ഈ വിരോധമുള്ള ഹവിൽദാറുകളെ കൊണ്ട് പോസ്റ്റ് ഗാർഡ് ചെയ്യിക്കും. ഓക്കെ, താങ്കൾ എല്ലാ ടെസ്റ്റിലും വിജയിച്ച ആളാണോ ഈ റിഫ്രഷർ കോഴ്സിലെല്ലാം? എനിക്ക് അവിടെ റിഫ്രഷർ കോഴ്സ് അല്ലായിരുന്നു, എനിക്ക് അവിടെ യോഗ്യതാ ടെസ്റ്റ് ആയിരുന്നു. ആ ടെസ്റ്റ് പാസ്സായ ബാക്കി എല്ലാവരെയും അവിടെ നിലനിർത്തി എന്നെ മാത്രം മദർ ബറ്റാലിയനിലേക്ക് മടക്കി. ഓക്കെ, അപ്പോൾ താങ്ക് യു പി.കെ. മുബഷീർ. താങ്കൾ കാനഡയിൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ടെൻഷനൊക്കെ മാറി സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുകയായിരിക്കും അല്ലേ? അതെ. അപ്പോൾ സന്തോഷമായിട്ട് ഉറങ്ങിക്കോളൂ. നാട്ടിലായിരുന്നെങ്കിൽ കുറച്ച് ടെൻഷൻ ആയേനെ അല്ലേ? ഉറപ്പായും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്കൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനടുത്ത് തീരുമാനം അന്ന് മാറ്റിവെച്ചത് നന്നായി. അത് ഈ കാണുന്ന പ്രേക്ഷകർക്കും ഒരു മാതൃകയാവട്ടെ. ആത്മഹത്യയുള്ളൊരു പ്രശ്നം പരിഹരിക്കുന്നല്ലോ. അന്ന് ആത്മഹത്യ ചെയ്തെങ്കിൽ താങ്കൾക്ക് കാനഡ വന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അതെ, അപ്പം ചില ദുർബല നിമിഷത്തിൽ നമ്മൾ എടുത്തു പോകുന്നൊരു തീരുമാനമായിരിക്കും. പക്ഷേ അത് തെറ്റാണെന്ന് മുബഷീർ ജീവിതം കൊണ്ട് കാണിച്ചു. താങ്ക് യു പി.കെ. മുബഷീർ നമ്മളോട് പ്രതികരിച്ചതിന്. പി.കെ. മുബഷീർ ഇതേ വിനീതിൻ്റെ SOG ക്യാമ്പിലെ ഹവീൽദാർ ആയിരുന്നയാളാണ്. അദ്ദേഹത്തിനെതിരെ അസിസ്റ്റന്റ് കമാൻഡന്റ് വ്യക്തിവിരോധം തീർത്തുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ആ ആരോപണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. മാത്രവുമല്ല, അസാധാരണമായ രീതിയിൽ ഒരാൾ ഒരു പോസ്റ്റിൽ അവിടെ ഇരിക്കുകയും അയാൾക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ടാവുകയും ആ ഉന്നത ബന്ധങ്ങളുടെ പേരിൽ മറ്റുദ്യോഗസ്ഥരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വിനീതിൻ്റെ കാര്യത്തിൽ ഭാര്യയ്ക്ക് പ്രസവത്തിന് വേണ്ടിയിട്ട് ഭാര്യയോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ലീവ് അപേക്ഷിക്കുന്ന സമയത്ത് ലീവ് കൊടുക്കാതിരിക്കുക. റിഫ്രഷർ കോഴ്സിൽ 5 കിലോമീറ്റർ ദൂരം താണ്ടുന്നത് 30 സെക്കൻഡ്സിൽ വൈകി എന്നതിൻ്റെ പേരിൽ ആ കോഴ്സ് തോൽപ്പിക്കുക. എന്നിട്ട് അയാളെ വീണ്ടും റിഫ്രഷർ കോഴ്സിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുക, ലീവ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ശുചിമുറി വൃത്തിയാക്കാനുള്ള ഡ്യൂട്ടിക്കിടുക തുടങ്ങിയ പീഡനങ്ങളാണ് SOG ക്യാമ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മളുടെ അന്വേഷണം തുടരുകയാണ്. ഇനി നമ്മൾക്കൊപ്പം മുബഷിർ P. അക്ബർ ചേരുന്നു. പി.കെ. മുബഷീറാണ് കാനഡയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.